ഹലോ ഗൈസ്, ട്രിപ്ലസ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത് ലഞ്ചൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നേരെ ഒരു നമ്മുടെ മേക്കപ്പ് ഷെൽഫും എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് നാളായി അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും നമ്മുടെ മൊബൈൽ മേക്കപ്പ് പൗച്ച് ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പോൾ പ്രോഗ്രാമിനോ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ നോർമലി കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന ആ മൊബൈൽ മേക്കപ്പ് പൗച്ച് ഒന്നും ക്ലീനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, കുറേ നാളുകളായി. അപ്പോൾ എന്നാൽ അത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു, ആവശ്യമുള്ളതെടുത്ത് മാറ്റി അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതൊരു വീഡിയോ ആക്കാമല്ലോ എന്ന്. അങ്ങനെയാണ് കേട്ടോ. ഇതാണ് എൻ്റെ മേക്കപ്പ് പൗച്ച്. ഇത് എൻ്റെ ഒരു ഏറ്റവും നല്ല ഫ്രണ്ട് തന്നതാണ്. ഒരു ലാക്മിയുടെ ഡീലറാണ് പുള്ളിക്കാരി, സുജിത എന്നാണ് പേര്. അപ്പോൾ പുള്ളിക്കാരി എനിക്കൊരു തന്ന ഗിഫ്റ്റാണ് കേട്ടോ ഇത്. ഞാനവിടെ ചെന്ന സമയത്ത് എനിക്ക് തന്ന ഗിഫ്റ്റാണ്. നല്ലൊരു പൗച്ചാണ്, എല്ലാ അത്യാവശ്യ സാധനങ്ങളും ഇതിൽ കൊള്ളും കേട്ടോ. ലാക്മി പ്രോഡക്റ്റിൻ്റെ ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ലാക്മി എന്ന് എഴുതിയിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അത്രയും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും അതിൽ കൊള്ളും. ലാക്മി എന്ന് പറഞ്ഞ ഇതാണ് ലാക്മിയുടെ പൗച്ചാണ് കേട്ടോ അത് വരുന്നത്. അത്യാവശ്യം എല്ലാ സാധനം തന്നെ അതിൽ കൊള്ളും. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാവലിംഗ് പോകുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയായിട്ടുള്ള എല്ലാ വലിയ ഐറ്റംസും ചെറിയ ഐറ്റംസും എല്ലാം അതിൽ കൊള്ളും കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാം എടുത്ത് പുറത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഇത് കെയറിൻ്റെ ഹെയർ സെറമാണ് കേട്ടോ അത് വരുന്നത്. അതൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത സമയത്ത് വാങ്ങിച്ചതാണ്, എപ്പോഴും ഒന്നും യൂസ് ചെയ്യാറില്ല, ഇടയ്ക്ക് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതേ വാസലിൻ്റെ ഗ്ലൂട്ടാഹാൻ്റെ മോയ്സ്ചറൈസർ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ളതാണ്. അത് നൈറ്റൊക്കെ നമ്മൾ തേച്ച് കിടക്കുന്നത്. പിന്നെ അതേ ആൽപ്സിൻ്റെ ഒരു റോസ്മേരി വാട്ടറിൻ്റെ സ്മോൾ ബോട്ടിലാണ് കേട്ടോ. അത് ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന, വലിയ ബോട്ടിൽ ഇവിടെ പുറത്ത് വെച്ചിരിക്കുന്നതാണ് ചെറുത്. അത് ഇപ്പോൾ അതിൽ തീർന്നു കേട്ടോ, ഇല്ല. പിന്നെ എന്താ നോക്കിയേ, അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷനാണ് ലാക്മിയുടെ മറ്റേ സൂപ്പർ ഇതില്ലേ, അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് നല്ല ഫൗണ്ടേഷനാണ്, നല്ല ക്ലാരിറ്റി ആയിട്ട് നമുക്കെല്ലാം കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ലാക്മിയുടെ തന്നെ അതിൻ്റെ കോമ്പാക്റ്റ് പൗഡറാണ്. ഈ കോമ്പാക്റ്റാണ് യൂസ് ചെയ്യുക കേട്ടോ. മാക്സിമം ഈ ലാക്മിയുടെ പ്രോഡക്റ്റ് തന്നെയാണ് ഞാൻ മേടിക്കാൻ നോക്കാറുള്ളത്. അഥവാ അത് അവൈലബിൾ അല്ലെങ്കിൽ മാത്രമാണ് വേറെ ഡാസ്ലൈസോ അങ്ങനെയുള്ളത് എടുക്കുക. പിന്നെ ഒരു ബ്ലെൻഡറാണ് കേട്ടോ പിന്നെ എടുത്തു വെച്ചത്. ഈ ലാക്മി ഫൗണ്ടേഷൻ യൂസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ഫസ്റ്റത്തെ നമ്മുടെ ഫിക്സറാണ് കേട്ടോ, മേക്കപ്പ് ഫിക്സർ. ഇത് ഒരു വാക്സ് പോലെ ഇരിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് തേച്ചതിന് ശേഷമാണ് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ ആരംഭിക്കുക. അത് മാക്സിമം ഞാൻ പലപ്പോഴും ഒന്നും യൂസ് ചെയ്യാറൊന്നുമില്ല, വെറുതെ വാങ്ങിയപ്പോൾ അതങ്ങനെ വെച്ചു എന്ന് മാത്രം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ലാസ്റ്റ് യൂസ് ചെയ്യുന്ന ഇപ്പോഴത്തെ ടിൻറ്റ് എന്ന് പറയുന്ന പോലത്തെ നമ്മുടെ ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതുണ്ടല്ലോ, ഹൈലൈറ്റർ. ആ ഒരു ഹൈലൈറ്ററാണിത്, ലിക്വിഡ് ഹൈലൈറ്ററാണ് കേട്ടോ. അത് നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ ലാക്മിയുടെ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ഉണ്ടല്ലോ, കവളൊക്കെ ഇങ്ങനെ മിന്നി ഇരിക്കുന്ന അതുപോലത്തെ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഐ ഷാഡോ ബോക്സാണ്. ഈ ഐ ഷാഡോ ബോക്സിൽ അധികം വലിയ കളറൊന്നുമില്ല, ചെറുതായിട്ടുള്ള വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്നുള്ളത്. ഞാനതൊന്നും യൂസ് ചെയ്യാറൊന്നുമില്ല, വെറുതെ ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. വല്ല അത്യാവശ്യം വരുമ്പോൾ മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അതാണ് അതിലുള്ളത്. പിന്നെ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുങ്കുമത്തിൻ്റെ ബോക്സാണ് ഇത്. മധുരയിൽ നിന്ന് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, പൂജിച്ച് വാങ്ങിച്ചതാണ്. നല്ല കളറാണ്, എനിക്ക് ഈ കളറാണ് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് കേട്ടോ. ഒരു ബ്രൗണിഷ് അല്ല, നല്ലൊരു റെഡ് വൈൻ പോലെ വരുന്ന ആ ഒരു റെഡ്, നല്ല റെഡാണ് എനിക്കിഷ്ടമുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പോയപ്പോൾ വാങ്ങിച്ച് വെച്ച മറ്റേ ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ, 15-20 രൂപയുടെ സ്ക്രബ്ബറും മറ്റേ ആൽമണ്ടിൻ്റെ സ്ക്രബും പിന്നെ മറ്റേ നമ്മളുടെ ബീട്രൂട്ടിൻ്റെ സ്ക്രബും കൂടെ വരുന്നത്. ബീട്രൂട്ടിൻ്റെ സ്ക്രബല്ല, ഒരു മാസ്ക് പോലെ വരുന്നത്. അത് 2 എപ്പോഴോ ഉപയോഗിച്ച് പൊട്ടിച്ച് വെച്ചതാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അതൊന്നും ഞാൻ എടുത്ത് മാറ്റിയിട്ടില്ല, അതാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. എപ്പോഴോ ട്രാവലിംഗ് എവിടെയോ പോയ സമയത്ത് യൂസ് ചെയ്തതാണ്. പിന്നെ അത് ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്ന ലാക്മിയുടെ കോമ്പാക്റ്റ് പൗഡറാണത്. അതിൽ തീർന്നത് അതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. അത് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഉപയോഗിച്ചതാണ് കേട്ടോ. പിന്നെ ആ ബ്ലെൻഡറിൻ്റെ കവറ്, അങ്ങനെ വേസ്റ്റ് കവറും കുറേ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഓരോന്നൊക്കെ. പിന്നെ കുറേ പൊട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഐറ്റം നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം നമ്മുടെ ഈ തലയൂട്ടി അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കുറേ മുടിയൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കില്ല, ആ ഒരു ഹെയർ പൗഡർ ഉണ്ടല്ലോ, അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അതൊക്കെ അങ്ങനെ വാങ്ങി വെക്കുന്നു എന്നുള്ളൂ, യൂസ് ചെയ്യലൊക്കെ കുറവാണ്. പിന്നെ ഇത് നമ്മുടെ കണ്ണെഴുതുന്ന ലാക്മിയുടെ തന്നെ പ്രോഡക്റ്റാണ്.
അത് അപ്പുറത്തും ഇപ്പുറത്തും യൂസ് ചെയ്യാവുന്ന പോലത്തെ അത് ഡാൻസിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബ്രഷ് ഉണ്ട്, ബ്രഷ് അതിലെവിടെയോ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് കണ്ടത്. പിന്നെ ഇത് മാക്സിമം അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഏകദേശം എടുത്തിട്ടുണ്ട്. പിന്നെന്താണ് ഉള്ളത്, പിന്നെ കുറേ ലിപ്സ്റ്റിക്സുകളാണ്. ലിപ്സ്റ്റിക് ഷെയ്ഡും എൻ്റെ ഏകദേശം ഇങ്ങനത്തെ ഒരു അടിച്ച് കാണുന്നൊരു ടൈപ്പ് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് കുറേ സ്റ്റുഡിയോയുടെ പ്രോഡക്റ്റ് ഉണ്ട്, നൈക്കയുടെ പ്രോഡക്റ്റ് ഉണ്ട്, നോർമൽ ലിപ്സ്റ്റിക് ഉണ്ട്, കമ്പനി ഫേമസ് അല്ലാത്ത ലിപ്സ്റ്റിക്കുകളും അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ആ ഷെയ്ഡ് കാണുമ്പോൾ വാങ്ങിക്കുന്നതാണ്. എനിക്ക് നോർമലി ഈ ഷെയ്ഡിനോടാണ് താല്പര്യമുള്ളത്. ഒരു ബ്രൗണിഷ് ടൈപ്പിനോട് അത്രയ്ക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഇതെല്ലാം തന്നെ ഏകദേശം ആ ഒരു ഷെയ്ഡ്, ഒരു പിങ്കും റെഡും കൂടെ ചേരുന്നത്. ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഡാസ്ലേഴ്സിൻ്റെ ആണ് കേട്ടോ ലിപ്സ്റ്റിക്ക് വരുന്നത്. അപ്പോൾ കുറേ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഇതെല്ലാം നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നു. ഞാനിതെല്ലാം യൂസ് ചെയ്യുന്നൊന്നുമില്ല. ഇപ്പോൾ ഓരോന്ന് കാണുമ്പോൾ മേടിക്കുന്നു എന്ന് മാത്രം. പിന്നെ അത് ബ്ലഷാണ്. അതും ഒരു മറ്റേ ടൈപ്പ് പൗഡറല്ല, പൗഡർ ടൈപ്പ് അല്ലാത്ത ലിപ്സ്റ്റിക് ടൈപ്പ് ബ്ലഷാണ് വരുന്നത് കേട്ടോ. ബേബി ബ്ലഷ് എന്നാണ് അതിൻ്റെ പേര്. അത് നല്ല പ്രോഡക്റ്റാണ് കേട്ടോ സംഭവം. പിന്നെ എന്താണ് അതിൻ്റെ ഉള്ളിൽ കാണുന്നത്, പിന്നെ ലിപ്സ്റ്റിക് ലിപ്പ് ലൈനറാണ്. ലിപ്പ് ലൈനറൊന്നും യൂസ് ചെയ്യാറൊന്നുമില്ല, ജസ്റ്റ് വെറുതെ ഡാൻസിൻ്റെ ആവശ്യത്തിന് വേണ്ടി അവർക്ക് വാങ്ങിക്കുന്നതിൻ്റെ ഒപ്പം വാങ്ങിക്കുന്നതാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അതിൻ്റെ ഇടയിൽ ഞാൻ കിച്ചണിൽ കുറച്ച് പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു, ഗ്യാസിൻ്റെ ഉള്ളതൊന്ന് ക്ലിയർ ചെയ്യാൻ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ഐറ്റംസൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ഉള്ളതെന്ന് നോക്കിക്കേ. അത്യാവശ്യമൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ ഒരു ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് ഇതിലേക്ക് ഇട്ടേക്കുന്നതാണ്. അത് ഞാൻ എപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന, പക്ഷെ അതെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ, വലിയൊരു ലോക്കറ്റ് എപ്പോഴും. പിന്നെ അത് കുറച്ചൊരു ചെറിയ ഹെയർ ബാൻഡ് കിട്ടിയിട്ടുണ്ട്. അത് കയ്യിൽ നിന്ന് താഴെ ചാടി പോവുകയും ചെയ്തു. പിന്നെ എന്താ ഉള്ളത്, ചെറിയ ഇറുക്കിലി സ്ലൈഡ് എന്നൊക്കെ പറയില്ലേ, അതായത് നമ്മൾ പെട്ടെന്ന് മുല്ലപ്പൂവൊക്കെ കുത്താനോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഐലൈനർ, ഇത് ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. ലാക്മിയുടെയും വാങ്ങിക്കാറുണ്ട്, ഡാസ്ലറിൻ്റെയും മേടിക്കാറുണ്ട്. പക്ഷേ ഇത് നല്ല ഐലൈനറാണ് കേട്ടോ ഇപ്പോൾ വാങ്ങിച്ചേക്കുന്നത്. അത് പുതിയതുമാണ്. പിന്നെ അതേ കുറേ പൊട്ടുകൾ പല പല കളറിലുള്ള റൗണ്ട്, വലുതും ഉണ്ട് ചെറുതും ഉണ്ട്. അതൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ്. പിന്നെ നോർമലി ഐടെക്സിൻ്റെ ബ്ലാക്ക് കുഞ്ഞ് പൊട്ടില്ലേ, അത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സ്റ്റോൺ, വൈറ്റ് സ്റ്റോൺ, ആ വൈറ്റ് സ്റ്റോണിൻ്റെ പൊട്ടാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പം അതെൻ്റെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് സ്റ്റോണാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അത് 10 രൂപയുടെ പാക്കറ്റ്, 15 രൂപയുടെ പാക്കറ്റൊക്കെ കിട്ടും. പിന്നെ അതേ നേരത്തെ എഴുതുന്ന കണ്ണെഴുതുന്നതിൻ്റെ ബ്രഷ് കിട്ടിയിട്ടോ, ഇപ്പോഴാണ് നോക്കിയപ്പോൾ കിട്ടിയത്. പിന്നെ ഇതാ ഒരു മോതിരം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു, ഞാൻ കയ്യോടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ബാഗ് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതാ മേലെ ഒരു അറയുണ്ട് നമുക്ക്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് അത്യാവശ്യമുള്ള ക്ലിപ്സോ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ അതിലകത്തൊരു ഫ്ലവർ ക്ലിപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് മെറ്റലാണ് കേട്ടോ, മെറ്റൽ ടൈപ്പാണ്. എവിടെയോ പോയപ്പോൾ രാമേശ്വരം എവിടെയോ പോയപ്പോൾ വാങ്ങിച്ച ക്ലിപ്പാണത്. നല്ല ക്ലിപ്പാണ്, പക്ഷേ കുറച്ച് വെയിറ്റ് ഉണ്ട് ആ ക്ലിപ്പിന് കേട്ടോ. പിന്നെ ഇതാ ഒരു പാഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം ഏകദേശം ഓപ്പണായി. ഇനി അതിനകത്തൊന്നുമില്ല, ഇനി പൊടിയൊക്കെ തട്ടി ക്ലിയർ ചെയ്തിട്ട് നമുക്കിതെല്ലാം തിരിച്ചുകൂടെ കയറ്റണം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മൊബൈൽ മേക്കപ്പ് പൗച്ചിൻ്റെ അവസ്ഥ. അത് ചെറിയൊരു ബാൻഡും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. അതാ പറഞ്ഞ മാക്സിമം സാധനങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നൊരു പൗച്ചാണ് അത്. അവരെനിക്ക് ഗിഫ്റ്റ് തന്നത്. എന്തായാലും സുജിതേനോട് താങ്ക് യു പറയണം. സുജിത എനിക്ക് നല്ലൊരു പൗച്ചായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ബിഗ് താങ്ക്സ്. അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറ്റി കേട്ടോ. ഇത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് പൊടിയൊക്കെ തട്ടി ആ ബാഗും ക്ലിയർ ചെയ്ത് ഇതിൽ നിന്ന് ആവശ്യമില്ലാത്തതൊക്കെ മാറ്റി അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റും കൂടെ വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു വീഡിയോ കേട്ടോ.